ഒരു ദിവസം ഈ പയ്യൻ അമ്മയുടെ കൂടെ പുറത്തിറങ്ങുകയാണ്. ആ സമയത്താണ് ഒരു കുഞ്ഞു പട്ടിക്കുട്ടി കാറിന്റെ ഉള്ളിൽ പെട്ടുപോയിരിക്കുന്നത് കണ്ടത്. പട്ടിക്കുട്ടിയാകട്ടെ ആകെ അവശനായിരുന്നു. കൂടുതൽ നേരം അതിനുള്ളിൽ ഇരിക്കാൻ ആ പട്ടിക്കുഞ്ഞിന് സാധിക്കില്ല. പെട്ടെന്ന് തന്നെ അതിനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ആ പട്ടിക്കുഞ്ഞു മരിച്ചു പോകുമെന്ന് വിചാരിക്കുന്നു. അവനാകട്ടെ ആ ജനല് പൊട്ടിച്ചതിന് ശേഷം ആ പട്ടിക്കുട്ടിയെ പുറത്തെടുക്കുകയാണ്. അങ്ങനെ ആ ഫാമിലിയിലെ ഒരു മെമ്പറായിട്ട് അത് മാറുന്നു. എല്ലാവരും ആ പട്ടിക്കുട്ടിയെ സ്നേഹിച്ചതിന് കെയർ കൊടുക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം ഫാമിലി ചെന്ന സമയത്ത് അവിടെയുള്ള ഒരു ബോൾ എടുത്തുകൊണ്ട് ഈ പട്ടിക്കുട്ടി വരികയാണ്. അതെടുത്തെറിയുമ്പോൾ ആ പട്ടിക്കുട്ടി പിടിക്കുകയും കളിക്കുകയും ചെയ്യും. അങ്ങനെ ഇവർ തമ്മിൽ ഭയങ്കര ഒരു ബോണ്ട് ഉണ്ടാവുകയാണ്. അങ്ങനെ ഈ പയ്യൻ വളർന്ന് വലിയൊരു പ്ലെയറായി മാറിയിരിക്കുന്നു. എല്ലാ കളിയിലും ഈ പട്ടിക്കുട്ടൻ അവന്റെ കൂടെ ഉണ്ടാകും. പ്രായമായതുകൊണ്ട് തന്നെ അവന് ഭയങ്കര പ്രശ്നങ്ങൾ വരികയാണ്. അങ്ങനെ പ്രായമായി അത് മരിച്ചു പോകുന്നു. ആ പട്ടിക്കുട്ടൻ മരിച്ചതിന് ശേഷം പലയിടത്തും പുനർജനിക്കുകയാണ്. അങ്ങനെ അവസാന ജന്മത്തിൽ ഇതാണ് അവന്റെ അവസാന ജീവിതം എന്ന് വിചാരിച്ച് അവൻ ഇറങ്ങി നടക്കുന്ന സമയത്താണ് ആ ഫാമിന്റെ മണം അവൻ അനുഭവപ്പെടുന്നത്. അവിടെ എത്തിയപ്പോൾ നമ്മൾ ആദ്യം കണ്ട പ്ലെയർ അവിടെ ഉണ്ടായിരുന്നു. ഈ പട്ടിക്കുട്ടനാകട്ടെ ഓടിച്ചെന്ന ബോൾ എടുത്ത് ആ മനുഷ്യന്റെ കയ്യിൽ കൊടുക്കുന്നു. ആ മനുഷ്യൻ അതുകൊണ്ട് കളിക്കുകയും ചെയ്യുന്നു. തന്റെ മരിച്ചുപോയ പട്ടിക്കുട്ടി പുനർജനിച്ചതാണെന്ന് ആ മനുഷ്യനും വിശ്വസിക്കുകയാണ്. അതെ, ആ പഴയ മനസ്സോടുകൂടി അവൻ പുതിയ ശരീരത്തിൽ പുനർജനിച്ചൊരു നായയായി മാറി ആ മനുഷ്യന്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. നിങ്ങൾക്ക് പട്ടിക്കുട്ടികളെ ഇഷ്ടമാണെങ്കിൽ ഐ ലവ് മൈ ഡോഗ് എന്ന് കമന്റ് ചെയ്യൂ.